ഹലോ ഗൈസ്, ഞാൻ എന്താ വ്ലോഗ് എടുക്കാൻ പോകുന്ന എല്ലാവരും പോസ്റ്റ് ഒന്ന് പറഞ്ഞത് എല്ലാവരും അടിപൊളി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ നമ്മുടെ സെസനായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്ത് പോസാന്ന് പുള്ളിക്ക് പോലും അറിയില്ല. പുതിയ പോസ്റ്റാണ് അത്രേ. ഇത് നമ്മുടെ മണിച്ചേട്ടൻ, ഇത് നമ്മുടെ ഗോകുൽ ചേട്ടൻ, പിന്നെ ദാ ബിജി ചേട്ടൻ, അഞ്ചു ചേച്ചി, അഭിജിത്ത് ഏട്ടൻ, ശ്രീതേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട് ഗൈസ്. പക്ഷേ കുറച്ച് പേര് ഇതിന് മിസ്സാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ശ്രേയ. എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ലിപ്സ്റ്റിക് ഇടും. ഇതാണ് അവളുടെ മെയിൻ ഹോബി. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സീറ്റ് വരും, മറുണ്ടോ ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഇനി ഇൻ കേസ് നമ്മൾ വർക്കിൻ്റെ എന്തെങ്കിലും കാര്യം ചോദിച്ചു വിളിച്ചാൽ അവൾ അവിടെ ജീവനോട് ഇല്ല എന്നുള്ള രീതിയിൽ വരെ ബിഹേവ് ചെയ്ത് കളയും. പക്ഷേ ആളിങ്ങനെയൊക്കെ ആണെങ്കിലും പാവണ്ട് ഗൈസ്, നമുക്ക് പറഞ്ഞൊക്കെ തരും. അങ്ങനെ ശ്രേയുടെ മേക്കപ്പ് ഇടലും ലിപ്സ്റ്റിക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഗൈസ് വെള്ളമെടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെ ദാ രണ്ടുപേരും നിങ്ങൾ കണ്ടില്ല, രണ്ടുപേരെ. അതാണ് ശ്രീതേട്ടനും ഗോകുൽ ചേട്ടനും. ഇതാണ് നമ്മുടെ ശ്രീതേട്ടൻ. ആള് ചെറിയൊരു മജീഷ്യനൊക്കെയാണ്, വളർന്നു വരുന്ന മജീഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അത് ഗോകുൽ ചേട്ടനാ, ആളൊരു പാവ. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ ശ്രീജിത്തേട്ടൻ്റെ മാജിക് ഒന്ന് വ്ലോഗ് എടുക്കുന്നത്. പക്ഷേ എപ്പോൾ പ്ലാൻ ചെയ്താലും അത് നടക്കില്ല കേസ്. എങ്ങനെയെങ്കിലും കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും അത് മുടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ പിന്നെ ഇന്ന് ആ വ്ലോഗ് അങ്ങ് എടുത്താലോ എന്ന് കരുതി ഞങ്ങൾ നാലുപേരും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും കയ്യിൽ നിന്ന് പോയി. ഓഫീസിലിരിക്കുന്ന എല്ലാവരും കൂടെ നമ്മുടെ അടുത്തേക്ക് വന്നു. അതോടുകൂടി ശ്രീതേൻ്റെ കോൺഫിഡൻസും പോയി, ശ്രേയൻ്റെ മൂഡും പോയി, എൻ്റെ വ്ലോഗും പോയി എന്നുള്ള അവസ്ഥയായി. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് മാജിക് ഒക്കെ അവസാനിപ്പിച്ച് സീറ്റിലേക്ക് പോയി ഗെയ്സ്. ഇത്രയും റെഡി ആയിട്ടും ഗെയ്സ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ നോർത്തപ്പോഴത്തേക്ക് എനിക്ക് സങ്കടമായി. എന്നാലും ഞാനിത് വിട്ടില്ല. നൈസായിട്ട് ഞാൻ സീറ്റിൽ വന്നിട്ട് ശ്രീതേട്ടനോട് മാജിക് എടുത്താലോ എന്ന് ചോദിച്ചതും ശ്രീതേട്ടൻ സമ്മതിച്ചു. എന്നാൽ പിന്നെ നമുക്ക് ശ്രീതേട്ടൻ്റെ മാജിക് ഉണ്ടല്ലോ. ശ്രീതേട്ടാ, നമുക്കൊരു മാജിക് ചെയ്താലോ? എന്താ ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയാണ്, മൈക്കില്ലാത്തതുകൊണ്ടും പെട്ടെന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടും അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഈ വീഡിയോയിൽ കാണാൻ പറ്റും. സോ നിങ്ങളത് നൈസായിട്ട് കണ്ടില്ല എന്ന് വെക്കണേ ഗൈസ്. രണ്ടുപേരും കൈയൊന്ന് കൂടി അങ്ങോട്ട് കൈയൊന്ന് കൂടി രണ്ടുപേരൊന്ന് മൈൻഡിൽ പറയും. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു കണക്ഷൻ ഉണ്ടെന്ന് മൈൻഡിൽ പറഞ്ഞു. ആത്മാർത്ഥം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി കൈ റിലീസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നീങ്ങി ഞാൻ പറയുന്ന കമാൻഡ്സ് നല്ലപോലെ ഒന്ന് മൈൻഡിലേക്ക് എടുക്കണം. സ്ട്രേറ്റ് ഇനി ബോഡിയിൽ എന്തെങ്കിലും ടച്ച് സെൻസേഷൻസ് ഫീൽ ചെയ്താൽ അത് എത്ര തവണ ഫീൽ ചെയ്തു എന്ന് ഓർത്ത് വെക്കണം. എവിടെയാണത് ഫീൽ ചെയ്യുന്നത് നോക്കണം. ഓക്കെ, ഓക്കെ ശ്രേ ഓപ്പൺ യുവർ ഐസ്. എവിടെയെങ്കിലും ടച്ച് സെൻസേഷൻ ഫീൽ ചെയ്തായിരുന്നു പറഞ്ഞു. എത്ര തവണ? അങ്ങനെ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി അവസാനിപ്പിച്ച ഗൈസ്. ശ്രീതേട്ടൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല കേട്ടോ ഗൈസ്, ഒരു മെന്റലിസ്റ്റുമാണ്, ഒരു മജീഷ്യനാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമായിരിക്കും. ഓക്കെ, ബൈ.